25 കോടിയുടെ സൈബർ തട്ടിപ്പിൽ നിർണായക അറസ്റ്റ്. കൊച്ചി സ്വദേശിക്ക് 25 കോടി നഷ്ടമായ സംഭവത്തിലാണ് 3 പേർ സൈബർ പോലീസിന്റെ പിടിയിലായത്. കോഴിക്കോട് നിന്നാണ് 3 പേരെയും പിടികൂടിയത്. 3 പേരും ചേർന്ന് വിദേശത്തേക്ക് പണം കടത്തിയെന്ന് പോലീസ് വ്യക്തമാക്കി. ക്യാപിറ്റലിക്സ് എന്ന ദുരൂഹ സൈറ്റ് വഴിയായിരുന്നു തട്ടിപ്പ്. ഡാനി പോളാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാനി, ഏത് രീതിയിലായിരുന്നു ഈ തട്ടിപ്പ് നടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്? അതിലൊക്കെ കുറച്ചു നാൾ മുമ്പാണ്, ഏതാണ്ട് ഒരു മാസത്തോളമായി ഈ ഒരു തട്ടിപ്പ് നടന്നത്. തൃപ്പൂണിത്തുറ സ്വദേശിയായ ഒരു മെഡിക്കൽ ഫീൽഡ് കൈകാര്യം ചെയ്യുന്ന ഒരാളിൽ നിന്നാണ് 25 കോടിയോളം രൂപയുടെ ഒരു തട്ടിപ്പ് നടന്നിരുന്നത്. ഇത് ആദ്യഘട്ടത്തിൽ ഇയാൾ ഈ പണം അതിൽ ഒരു നിക്ഷേപ ആപ്പ് വഴി, ഓഹരി ആപ്പ് വഴി അതിൽ നിക്ഷേപിക്കുകയും പിന്നീട് ഇത് ഇയാൾക്ക് പണം തിരികെ നൽകുകയും എല്ലാം തന്നെ ചെയ്തു. ഏതാണ്ട് 50 ലക്ഷത്തോളം രൂപ ആദ്യഘട്ടത്തിൽ ഇയാൾക്ക് ഇതിൽ നിന്നൊരു ലാഭവിഹിതം എന്ന രീതിയിലെല്ലാം തന്നെ നൽകുകയും എല്ലാം ചെയ്തിരുന്നു. പിന്നീടാണ് ഈ തട്ടിപ്പിന്റെ വ്യാപ്തി കൂടുന്നത്. ഇയാളുടെ വിശ്വാസം നേടിയെടുത്ത ശേഷം മറ്റു പലരുടെയും പണം ഇയാൾ അതുവഴി തന്നെ നിക്ഷേപിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് മറ്റു ലാഭവിഹിതമോ ഒന്നും നൽകാതെയായപ്പോൾ വീണ്ടും ഇയാൾ പണം പിൻവലിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ, അതുമായുള്ള അന്വേഷണം നടത്തിയപ്പോൾ വീണ്ടും ഇയാൾക്ക് കുറച്ചുകൂടി പണം ലഭിക്കുന്ന രീതിയിലേക്ക് ആയിരുന്നു. പക്ഷേ അതിനുശേഷം മറ്റൊരു ഇടപാടുകളും നടക്കാതായി ഇയാൾ പണം പിൻവലിക്കാനുള്ള ഒരു ശ്രമം ആരംഭിച്ചപ്പോൾ മുഴുവൻ പണവും അവിടെ നിന്ന് പിൻവലിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇയാളിലേക്ക് വരാതെ, ഈ പരാതിക്കാരനിലേക്ക് വരാതെ ആ മുഴുവൻ പണവും അവിടെ നിന്ന് അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ടതായി അയാൾക്ക് മനസ്സിലാവുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇത് സംബന്ധിയായ കാര്യത്തിൽ പരാതി നൽകിയപ്പോൾ പോലീസിന് ആദ്യഘട്ടത്തിൽ വലിയ രീതിയിൽ ഇതിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ഏത് രീതിയിലാണ് ഇതിൽ പണം തട്ടിയെടുത്തത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയും ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇത്തരം ഒരു ദുരൂഹ ആപ്പ് വഴിയെല്ലാം തന്നെയാണ് ക്യാപിറ്റലിക്സ് എന്ന് പറയുന്ന ഒരു സൈറ്റ് വഴിയായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയിരുന്നത്. ഇപ്പോഴാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 പേരെ കോഴിക്കോട് നിന്ന് പിടികൂടിയതായിട്ട് വ്യക്തമാകുന്നത്. ഇവരെ പണം വിദേശത്തേക്ക് കടത്തി എന്നതാണ് അറിയുന്നത്. ഇത് സംബന്ധിച്ച് വൈകിട്ട് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളാണ് ഡാനി ഇപ്പോൾ നൽകിയത്.